Adiabatic process. Adiabatic process. We will also see what is the work done in an adiabatic process and what is adiabatic elasticity. What is an adiabatic process? എന്താണ് ഒരു adiabatic process എന്ന് പറഞ്ഞാൽ? It is also a thermodynamic process in which no heat enters or leaves the system to its surroundings, neither during expansion nor during compression. ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയോ കംപ്രസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ സിസ്റ്റത്തിനകത്തു നിന്നോ ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് പോവുകയുമില്ല, സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് സിസ്റ്റത്തിനകത്തേക്ക് വരികയുമില്ല. There is no exchange of heat. അതിനെയാണ് നമ്മൾ ഒരു അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ അഡയബാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണ്? In an adiabatic process, entropy of the system remains constant. Entropy of the system remains constant. And another property is the system must be perfectly insulated from its surroundings. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം ഇൻസുലേറ്റഡ് ആയിരിക്കണം, പ്രോപ്പറായിട്ട് ഇൻസുലേറ്റഡ് ആയിരിക്കണം. കാരണം ഹീറ്റ് അകത്തുനിന്ന് പുറത്തു പോകാനും പാടില്ല, പുറത്തുനിന്ന് അകത്തേക്ക് വരാനും പാടില്ല. അതുകൊണ്ട് സിസ്റ്റം നല്ല ഒരു പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് സിസ്റ്റം ആയിരിക്കണം. അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഈസ് ചേഞ്ച് മസ്റ്റ് ബി റാപ്പിഡ്. വളരെ ക്വിക്കായിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അഡയബാറ്റിക് പ്രോസസ് വിൽ ബി എ വെരി ക്വിക്ക് പ്രോസസ്. വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. വെൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. സിസ്റ്റത്തിന്റെ പുറത്തൊരു വർക്ക് നടക്കുവാണെങ്കിൽ ടെമ്പറേച്ചർ കൂടും. ഇഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, temperature of the system decreases. So these are the important properties of an adiabatic process. Now in an adiabatic process നമ്മൾ പറഞ്ഞു, എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു adiabatic processൽ no heat enters or leaves the system. The symbol for heat is Q. So when no heat enters or leaves the system, change in heat energy is equal to 0. ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഹീറ്റ് എനർജിയാണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു 0 ഫോർ ആൻ അഡയബാറ്റിക് പ്രോസസ്. ഒരു അഡയബാറ്റിക് പ്രോസസ്സിന് നമുക്ക് പറയാം ഹീറ്റ് ചേഞ്ച് ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യാം. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. എന്താണ് ഡെൽറ്റ യു? ഡെൽറ്റ യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വർക്ക് ഡൺ. ഈ ഇക്വേഷനകത്ത് നമ്മൾ അഡയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്ന് എഴുതാൻ പറ്റും. അതായത് നമ്മൾ എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിനെ നമ്മൾ ഏതിൻ്റെ ടേംസിൽ എഴുതുന്നു? ഇന്റേണൽ എനർജിയുടെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ വർക്ക് ഡൺ ഈസ് റിട്ടൺ ഇൻ ദ ടേംസ് ഓഫ് ഇന്റേണൽ എനർജി. ഇപ്പോൾ നമ്മൾ ഈ അഡയബാറ്റിക് പ്രോസസ്സ് വളരെ ക്വിക്കായിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് പറഞ്ഞു ഇല്ലേ? നമ്മളിപ്പോൾ റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്, നമ്മളൊരു കാറിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ കാറിൻ്റെ ടയർ പൊട്ടി എയർ എക്സ്പാൻഡ് ചെയ്യും ഇല്ലേ? എയർ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പാൻഡ് ചെയ്യും. അതൊരു ക്വിക്ക് പ്രോസസ്സാണ്, വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എയർ കൂളാവും, ടയറിനകത്തുള്ള എയർ കൂളാവും. ആ എയർ എക്സ്പാൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്നാണ് അല്ലേ? ടയർ പൊട്ടി എയർ വെളിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. അപ്പോൾ അതൊരു അഡയബാറ്റിക് പ്രോസസ്സാണ്. ഈ അഡയബാറ്റിക് പ്രോസസ്സിന് നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് നമുക്ക് ഒരു പെർഫെക്റ്റ്ലി ഐസൊലേറ്റഡ്
വെസലാണ് വേണ്ടത്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം നമ്മൾ എടുക്കുന്നു. ദ വാൾസ് ഓഫ് ദി സിലിണ്ടർ വിൽ ബി എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ, ഒരു പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെസലിൻ്റെ വാൾസ്. അതേപോലെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ എന്ന് പറയുന്നത് അതും ഒരു പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ പിസ്റ്റണെ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ, ഈ പിസ്റ്റണിനെ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പ്രഷർ കൂടും. ഇത് എയർ, ഇതിനകത്തുള്ള എയർ എന്ത് സംഭവിക്കും? ഇഫ് യു ആർ പ്രസ്സിംഗ് ദ പിസ്റ്റൺ ഡൗൺ, what will happen? Pressure increases. Pressure increase ചെയ്യുമ്പം pressure increases. And when pressure increases, what happens? Temperature also increases. Adiabatic പ്രോസസ്സിനകത്ത് നമ്മൾ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയും. സിസ്റ്റത്തിനെ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ്. Equation for adiabatic process. For a perfect gas. നമ്മളിവിടെ എന്താണ് കൺസിഡർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, we are considering an ideal gas. എത്ര എമൗണ്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? Consider 1 mole of ideal gas. Now, P is the pressure, V is the volume, and T is the temperature of the gas. നമ്മൾ കൺസിഡർ ചെയ്യുന്ന 1 മോൾ ഗ്യാസിൻ്റെ പ്രഷർ P, വോളിയം V, T എന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചർ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഗ്യാസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. We are expanding the gas. ഈ ഗ്യാസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം, എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ഒരു ചെറിയ വോളിയമാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. ആ ചെറിയ വോളിയത്തിന് നമ്മൾ പറയുന്നത് ഇൻഫിനിറ്റിസിമലി സ്മോൾ. ഒരു ചെറിയ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നു. സ്മോൾ വോളിയം dV, വളരെ ചെറിയ ഒരു വോളിയം നമ്മൾ ഈ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ആ സമയത്ത് പ്രഷർ V ആണ്, ടെമ്പറേച്ചർ T ആണ്. Now what is the first law of thermodynamics? First law of thermodynamics എന്താണ്? First law of thermodynamics says dQ is equal to du plus dW. du എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, dW എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദി ഗ്യാസ്. Now for an adiabatic process, dQ is equal to 0. എന്തുകൊണ്ടാണ് dQ is equal to 0? No heat enters or leaves the system. Therefore, this equation can be written as du plus dW is equal to 0. ഇനി നമ്മൾ പറയുന്നത്, if CV is the specific heat capacity at a constant volume, നമുക്ക് ഈ ഇന്റേണൽ എനർജിയെ നമുക്ക് ഈ സ്പെസിഫിക് ഹീറ്റിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. du is equal to CV into dt. എന്താണ് CV? CV എന്ന് പറയുന്നത് സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, dt എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതേപോലെ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്? Work done by the gas
equal to dW is equal to PdV. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. du is equal to cv plus dt യും dw is equal to pdv. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ 1-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Substitute this in this equation. So you will get du-ന് പകരം നമ്മൾ എന്തെഴുതും? cv into dt plus pdv equal to 0. pdv is equal to 0. So this is equation number 4. What is an ideal gas equation? Ideal gas equation is PV is equal to RT or PV is equal to nRT. ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഈ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P into dV plus V into dP is equal to R into dt. From this equation, we can find out the value of dt. dt യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? dt is equal to P into dV plus V into dP divided by R. ഈ R-നെ നമുക്ക് സ്പെസിഫിക് കപ്പാസിറ്റിയുടെ ടേംസിൽ എഴുതാൻ പറ്റും. R എന്ന് പറയുന്നത് നമുക്ക് അറിയാം Cp മൈനസ് Cv ആണ്. Cp എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് Cv is the specific heat capacity at a constant volume. So we can write P into dV plus V into dP divided by Cp minus Cv. So from this is equation number 5 അല്ലേ? അപ്പം നമ്മൾ നേരത്തെ ഉള്ള ഇക്വേഷൻ്റെ അകത്ത് dt-ക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് cv into dt എന്നുണ്ട് അല്ലേ? അപ്പോൾ cv into dt എന്നുള്ളതിൻ്റെ അകത്ത് ഈ dt-ക്ക് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ cv into pdv plus v dp divided by cp minus cv plus pdv is equal to 0. pdv is equal to 0. അപ്പോൾ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് LCM ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? cv into pdv plus cv into vdp plus ഇതിനെ ഇതും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് cp into pdv minus cv into pdv equal to 0. അപ്പോൾ ഇവിടെ ഈ രണ്ട് സംഭവങ്ങൾ ക്യാൻസൽ ആയി പോകും. ഏതൊക്കെയാ? ഇതും ഇതും ക്യാൻസൽ ആവും. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ബാക്കി എന്താ ഉള്ളത്? cv into cv into vdp ഇതാണ് ക്യാൻസൽ ആയി പോകുന്നത് കേട്ടോ. സോറി, ഇതാണ് ക്യാൻസൽ ആയി പോകുന്നത്. cv into pdv ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോവും. ഇതുണ്ട് ഇവിടെ, ഈ ടേം ഉണ്ട്, ഈ ടേം ഇവിടെ ഉണ്ട്. അപ്പോൾ cv into vdp plus cp into pdv equal to 0. Equal to 0. Now what we can do? We can divide this equation with cv. ഈ ഇക്വേഷനെ നമുക്ക് cv കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Divide this equation
വിത്ത് സി വി. സി വി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഡി പി പ്ലസ് സി പി ബൈ സി വി ഇൻറ്റു പി ഡി വി ഈക്വൽ ടു 0. Now, what is Cp by Cv? Cp by Cv can be written as gamma. So, this equation becomes V into dP plus gamma into PdV equal to 0. So, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? നമുക്ക് കിട്ടിയേക്കുന്നത് V into dP plus gamma into PdV equal to 0. ഇനി ഈ ഇക്വേഷനെ നമ്മൾ ഡിവൈഡ് ബൈ പി വി. പി വി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷനെ പി വി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി പി ബൈ പി പ്ലസ് ഇതിനെ പി വി കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ വിയും വിയും പോവും. അപ്പോൾ ഡി പി ബൈ പി കിട്ടും പ്ലസ് ഗാമ ഇൻറ്റു ഈ ഇക്വേഷനെ നമ്മൾ പി വി കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ പിയും പിയും പോവും. അപ്പോൾ ഗാമ ഇൻറ്റു ഡി വി ബൈ വി ഈക്വൽ ടു 0. Now we can integrate this equation. When we are integrating this equation, ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? വാട്ട് ഈസ് ഡി പി ബൈ പി? ഡി പി ബൈ പി ഇസ് ഈക്വൽ ടു ലോഗ് പി അല്ലേ? അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്തെഴുതാം? ലോഗ് പി പ്ലസ് ഗാമ ഇൻറ്റു ലോഗ് വി ഈക്വൽ ടു ഈ സീറോയ്ക്ക് പകരം നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് എ കോൺസ്റ്റൻറ്റ്. So this equation can be written as log p plus log v power gamma is equal to a constant, or log pv raised to gamma is equal to a constant. pv raised to gamma is equal to a constant. അപ്പോൾ ഇതിനെ നമുക്ക് pv raised to gamma is equal to constant എന്ന് എഴുതാൻ പറ്റും. So this is the equation for an adiabatic process. Equation for adiabatic process. Isothermal processന് നമുക്ക് PV is equal to RT എന്നാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് PV raised to gamma is equal to a constant എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും നമുക്ക് വേറെയും കുറച്ച് equations ഉണ്ട്. There are other equations for adiabatic process. What are the other equations for adiabatic process? ബാക്കി equations എന്താണ്? നമുക്ക് general ആയിട്ട് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ equation എന്തായിരുന്നു? PV raised to gamma is equal to a constant. ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയ equation. അപ്പോൾ ഈ equation നമുക്ക് എന്തെഴുതാം? ഒരു ഗ്യാസ് ആദ്യം അതിൻ്റെ പ്രഷർ P1 പിന്നെ അതിൻ്റെ പ്രഷർ V1. അപ്പോൾ ആ ഇക്വേഷനെ നമുക്ക് എഴുതാം P1 V1 raised to gamma is equal to a constant എന്ന് എഴുതാം. അതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? P2 V2 പ്രഷർ ഈസ് P2 വോളിയം ഈസ് V2 raised to gamma is equal to a constant. അപ്പോൾ രണ്ടും ഒരേ കോൺസ്റ്റന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. P1 V1 raised to gamma is equal to RT, P2 V2 raised to gamma is equal to RT. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെ കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 raised to gamma is equal to P2 V2 raised to gamma. So this is another equation for adiabatic process. P1 V1 raised to gamma is equal to P2 V2 raised to gamma, or this can be again written as P1 by P2 is equal to V2 by V1 the whole raised to gamma. ഇനി നമുക്ക് what is the relation between, second one is relation between
relation between temperature and volume. Temperature and volume. ടെമ്പറേച്ചറും വോളിയവും മാത്രമേ ഇക്വേഷനകത്ത് കാണാവുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചറും വോളിയവും മാത്രമാണ് ഇക്വേഷൻ്റെ അകത്ത് കാണാവുള്ളൂ എങ്കിൽ നമുക്ക് ഈ പ്രഷറിനെ എന്തിൻ്റെ ടേംസിൽ എഴുതണം? വോളിയത്തിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ടേംസിൽ എഴുതണം. അതിന് നമ്മൾ വീണ്ടും നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എടുക്കുന്നു. വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? പി വി ഈസ് ഈക്വൽ ടു ആർ ടി. ഈ പി വി ഈസ് ഈക്വൽ ടു ആർ ടി എന്ന് പറയുന്നതിനകത്തുനിന്ന് പ്രഷർ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ ഇസ് ഈക്വൽ ടു ആർ ടി ബൈ വി എന്നെഴുതാം. പ്രഷർ ഇസ് ഈക്വൽ ടു ആർ ടി ബൈ വി. ഈ പ്രഷറിനെ നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ ഇക്വേഷൻ്റെ അകത്ത് പിക്ക് പകരം നമ്മൾ ആർ ടി ബൈ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആർ ടി ബൈ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ആർ ടി ബൈ വി ഇൻറ്റു വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. സോ ദിസ് ബിക്കംസ് ഈ വിയും വി റേസ് ടു ഗാമ, അപ്പോൾ ഒരെണ്ണം ക്യാൻസൽ ആയി പോകും. നമുക്ക് പിന്നെ എന്താ ഉള്ളത്? ആർ ടി ഇൻറ്റു വി റേസ് ടു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ആർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കോൺസ്റ്റൻ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് വരും. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ്. അപ്പോൾ രണ്ട് ഇക്വേഷനായി. പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ്, ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇത് എഴുതിയേക്കുന്നത് പോലെ P1 V1 റേസ് ടു ഗാമ ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ എന്ന് നമ്മൾ എഴുതിയതുപോലെ ഇതിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? T1 V1 റേസ് ടു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു T2 V2 റേസ് ടു ഗാമ മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? T1 ബൈ T2 ഇസ് ഈക്വൽ ടു V2 ബൈ V1 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ രണ്ട് ഇക്വേഷനായി. ഇനി നമുക്കൊരു ഇക്വേഷനും കൂടി എഴുതാൻ പറ്റും. അത് ഏതാണ് ഇക്വേഷന്? റിലേഷൻ കണക്റ്റിംഗ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. തേർഡ് വൺ ഈസ് relation connecting pressure and temperature. So what is the equation? What is the adiabatic equation? PV raised to gamma is equal to a constant. Again we can take the ideal gas equation, PV is equal to RT. അപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും ആണ് വേണ്ടത്. അപ്പോൾ വോളിയം നമുക്ക് വേണ്ട. അപ്പോൾ വോളിയത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം ഇസ് ഈക്വൽ ടു ആർ ടി ബൈ പി. അപ്പോൾ ഇവിടെ വോളിയത്തിന് പകരം നമ്മൾ ആർ ടി ബൈ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പി ഇൻറ്റു ആർ ടി ബൈ പി ദ ഹോൾ റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. നൗ പി റേസ് ടു ഗാമയാണ് ഇവിടെ ഒരു പി ഉണ്ട്. അപ്പോൾ ഇതെന്ത് വരും? ഈ ആറ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ കോൺസ്റ്റൻറ്റിൻ്റെ കൂട്ടത്തിൽ അതും പോകും. അപ്പോൾ നമുക്ക് ടി റേസ് ടു ഗാമ ഇൻറ്റു പി റേസ് ടു ഇത് അങ്ങ് മോളിൽ വരും. ഈ ഇക്വേഷനെ നമുക്ക് മോളിലോട്ട് ആക്കുവാണെങ്കിൽ നമുക്കിത് എന്തായിട്ട് എഴുതാൻ പറ്റും? പി റേസ് ടു 1 മൈനസ് ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഇത് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഇൻറ്റു ടി ബൈ പി ദ ഹോൾ റേസ് ടു ഗാമ. ഈ ആറിനെ ഞാൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ടി റേസ് ടു ഗാമ പി റേസ് ടു ഗാമ മൈനസ് 1 എന്ന് വരും. ഈ ഗാമ മൈനസ് 1 ഡിനോമിനേറ്ററിലാണ് ഇരിക്കുന്നത്.
അതിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് ആക്കുമ്പോൾ എന്താവും 1 മൈനസ് ഗാമ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ എഴുതിയ പോലെ എങ്ങനെ എഴുതാം? T1 raised to gamma into P1 raised to 1 minus gamma equal to T2 raised to gamma into P2 raised to 1 minus gamma. അപ്പോൾ ഇനി നമുക്ക് എന്ത് എഴുതാം? T1 by T2 the whole raised to gamma equal to P2 by P1 into 1 minus gamma എന്ന് നമുക്ക് എഴുതാൻ പറ്റും. So this is the different forms of equations in an adiabatic process. ഇനി നമ്മൾ നേരത്തെ ഐസോതെർമൽ പ്രോസസ്സിന് ചെയ്തതുപോലെ നമുക്കിവിടെ എന്ത് വേണം? നമുക്ക് ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കണം. How can we draw the indicator diagram for an adiabatic change? എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് ഏതിനെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടത്? വോളിയവും പ്രഷറും വോളിയവും വെച്ചിട്ട് ഒരു അഡിയബാറ്റിക് ചേഞ്ചിന് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമുക്കൊരു ഹൈപ്പർബോളിക് കർവ് ആണ് കിട്ടുന്നത്. ഇങ്ങനത്തെ ഒരു കർവ് ആണ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഹൈപ്പർബോളിക് കർവ്. നമുക്കിവിടെ ഒരു ഹൈപ്പർബോളിക് കർവ് ആണ് കിട്ടുന്നത്. അപ്പോൾ പ്രഷർ P1 ആയിരിക്കുമ്പോൾ പ്രഷർ P1 ആണെങ്കിൽ വോളിയം നമുക്ക് V1 ആണ്. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്രഷർ കുറയും, പ്രഷർ P2 ആയി. അപ്പോൾ നമുക്ക് വോളിയം V2 എന്ന് കിട്ടുന്നു. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? Work done is the area under this curve. Area under this curve gives the work done. So this is the indicator diagram. And this is the indicator diagram. Indicator diagram means graph between pressure and volume. So what is the work done? Work done is equal to integral from V1 to V2 PdV. So this is equal to area of the indicator diagram. Area of the indicator diagram, which is equal to area of ABCD. ഈ ഏരിയ ABCD എന്ന് പറയുന്ന ഏരിയയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ആൻ അഡിയബാറ്റിക് കർവ്? വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ആൻ അഡിയബാറ്റിക് കർവ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? y/x അല്ലേ? dy/dx-നെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അഡിയബാറ്റിക് കർവിന്റെ സ്ലോപ്പ് കാണാനായിട്ട് നമ്മൾ ആദ്യം അഡിയബാറ്റിക് കർവിന്റെ ഇക്വേഷൻ എഴുതണം. What is the equation for an adiabatic process? PV raised to gamma is equal to a constant. This is the equation for an adiabatic process. PV raised to gamma is equal to a constant. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P ഇൻറ്റു വോളിയത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഗാമ V raised to gamma minus 1 into dV plus V raised to gamma into dP is equal to 0. കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇനിയും നമുക്ക് ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് V raised to gamma minus 1 അങ്ങ് കളയാൻ പറ്റും. ഇവിടെ V raised to gamma minus 1 ഉണ്ട്, ഇവിടെ V raised to gamma ഉണ്ട്. അപ്പം നമ്മൾ V raised to gamma minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമ്മുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇക്വേഷന് നമുക്ക് we will get the equation like this: P into gamma
P into gamma into dV plus V into gamma into P into gamma into dV plus V into dP is equal to 0. So from this equation, what is V into dP? V into dP is equal to minus P into gamma into dV. So from this, dP by dV is equal to minus gamma into P by V. P by V. So this is the slope of the adiabatic curve. നമ്മളുടെ ഐസോതെർമൽ കർവിൻ്റെ സ്ലോപ്പ് എന്തായിരുന്നു? ഐസോതെർമൽ കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് പി ബൈ വി ആയിരുന്നു. അഡയബാറ്റിക്കിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? അഡയബാറ്റിക് കർവിൻ്റെ സ്ലോപ്പ് മൈനസ് ഗാമ ഇൻറ്റു പി ബൈ വി. അപ്പോൾ അഡയബാറ്റിക് കർവ് ഈസ് ഗാമ ടൈംസ് സ്റ്റീപ്പർ ദാൻ ദി ഐസോതെർമൽ കർവ്. ഐസോതെർമൽ കർവിനേക്കാളും ഗാമ ടൈംസ് സ്റ്റീപ്പർ ആണ് അഡയബാറ്റിക് കർവ്. So this is adiabatic slope of the adiabatic curve. Next we have to see what is adiabatic elasticity. Adiabatic elasticity. എന്താണ് adiabatic elasticity എന്ന് പറയുന്നത്? What is the equation for an adiabatic process? Equation for adiabatic process is PV raised to gamma is equal to a constant. Now, നേരത്തെ ചെയ്തതുപോലെ we can differentiate this equation. So, when we are differentiating this equation, we will get P into gamma into V raised to gamma minus 1 into dV plus V raised to gamma into dP is equal to 0. So this equation becomes gamma into P into V raised to gamma minus 1 into dV equal to minus V raised to gamma into dP. Now we can write ഇവിടെ ഈ V raised to gamma minus 1 V raised to ഗാമയ്ക്കകത്തെ ഗാമ മൈനസ് V raised to gamma minus 1 ക്യാൻസൽ ആയി പോവും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ എഴുതാൻ പറ്റും? This is equal to V into ഇത് ഇവിടെ V into dP by dV equal to minus gamma P എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ ഇങ്ങേ സൈഡിലോട്ട് കൊണ്ടുവരുന്നു. ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ V into dP. ഇവിടെ ഈ V raised to gamma minus 1 ഇവിടെയുള്ള ഒരു V raised to gamma minus 1 ക്യാൻസൽ ആയി പോവും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് വരും? ഗാമ ഇൻറ്റു പി ഇൻറ്റു ഡി വി ഈക്വൽ ടു മൈനസ് വി ഇൻറ്റു ഡി പി എന്ന് വരും. അപ്പോൾ ഇതിനെ ഇങ്ങേ സൈഡിലോട്ട് എടുക്കുന്നു. അപ്പോൾ വി ഇൻറ്റു ഡി പി എന്നിട്ട് ഈ ഡി വി കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മൈനസ് ഗാമ ഇൻറ്റു പി എന്ന് കിട്ടും. Now what is adiabatic elasticity? Adiabatic elasticity is equal to elasticity എന്താണ്? Volume stress by volume strain. So that is equal to adiabatic elasticity is equal to V into dP by dV. V into dP by dV. So that is equal to gamma times P. ഈ ഗാമ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ this is what is dP. dP is the volume stress.
So this can be written as dp divided by dv by v. dv by v എന്ന് പറയുന്നത് വോളിയം സ്ട്രെയിൻ, dp എന്ന് പറയുന്നത് വോളിയം സ്ട്രെസ്. So this is equal to gamma into p എന്ന് നമുക്ക് കിട്ടും. So this is adiabatic elasticity. നമ്മൾ ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി പഠിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കിട്ടിയത് p എന്നാണ്, പ്രഷറാണ് ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി. ഇനി ഒരു ടോപ്പിക് കൂടെ നമുക്കുണ്ട്, അതായത് വാട്ട് ഈസ് വർക്ക് ഡൺ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ്. വാട്ട് ഈസ് വർക്ക് ഡൺ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ്? ഈ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടർ ഇൻസുലേറ്റഡ് ആയിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന പിസ്റ്റണും ഇൻസുലേറ്റഡ് ആയിരിക്കും, ഇതെല്ലാം ഇൻസുലേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഇൻസുലേറ്റഡ് സിലിണ്ടറിനകത്ത് വെച്ചിരിക്കുന്ന ഗ്യാസ് നമുക്ക് ഇൻസുലേറ്റഡ് ആണെന്ന് കാണിക്കാനായിട്ട് നമ്മളിവിടെ ഇങ്ങനെ തിക്ക് വോൾസ് വരയ്ക്കണം. ഇൻസുലേറ്റഡ് സിലിണ്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പിസ്റ്റണും ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ഈ ഗ്യാസ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ ആദ്യത്തെ പൊസിഷനിൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇസ് ഈക്വൽ ടു P1, വോളിയം ഓഫ് ദി ഗ്യാസ് ഇസ് ഈക്വൽ ടു V1. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഗ്യാസിനെ നമ്മൾ വി ആർ ഗോയിങ് ടു എക്സ്പാൻഡ് ദ ഗ്യാസ് അഡിയബാറ്റിക്കലി. അഡിയബാറ്റിക് ആയിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. ഈ ഗ്യാസിനെ അഡിയബാറ്റിക് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ the pressure changes to P2 and volume changes to V2. Volume V2 ആയിട്ട് മാറും. Now what is the work done? Now ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു ഇൻഫിനിറ്റിസിമൽ വോളിയം ചേഞ്ചിന് വരുന്ന വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കും. So that can be written as P into dV. So work done for a small change in volume is given by dW is equal to PdV. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 to V2 PdV എന്ന് എഴുതാം. ഇൻ്റഗ്രൽ V1 to V2 PdV. ഇനി നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എഴുതണം. ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ്, what is the equation? PV raised to gamma is equal to a constant. ഇതാണ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്തുനിന്നും നമുക്ക് പിയുടെ വാല്യൂ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? PV raised to gamma is equal to a constant. ആ കോൺസ്റ്റൻറ്റിനെ ഞാൻ K എന്ന് എഴുതുന്നു. K പവർ V raised to gamma എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളുടെ വർക്ക് ഡൺ എങ്ങനെ എഴുതാം? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 to V2 PdV. പിക്ക് പകരം നമ്മൾ K ഇൻറ്റു V raised to gamma ഇൻറ്റു dV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ K കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രലിൻ്റെ വെളിയിലെടുക്കാം. ഇൻ്റഗ്രൽ V1 to V2 dV by V raised to gamma. So this can be written as K into integral V1 to V2 V raised to minus gamma. ഇത് മുകളിലോട്ട് വരുമ്പോൾ മൈനസ് ഗാമ ഇൻറ്റു dV എന്ന് വരും. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. V raised to minus gamma ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്താണ് കിട്ടുന്നത്? കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലിരിക്കുന്നു. നമുക്കിവിടെ കിട്ടുന്നത് V raised to minus gamma plus 1 divided by minus gamma plus 1 എന്ന് വരും. From V1 to V2. So this is equal to K into ഈ മൈനസ് ഗാമ പ്ലസ് 1നെ നമുക്ക് എന്തെഴുതാം? 1 മൈനസ് ഗാമ എന്ന് എഴുതാം. മൈനസ് ഗാമ പ്ലസ് 1, ഈ 1 ഇപ്പുറത്തോട്ട് ഇട്ടെന്നേ ഉള്ളൂ. 1 മൈനസ് ഗാമ ഇൻറ്റു V ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
V1ഉം V2ഉം ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം V2 ഇൻറ്റു ഇതിനെ നമ്മൾ 1 ആദ്യം എഴുതുന്നു, 1 മൈനസ് ഗാമ മൈനസ് V2 ഇൻറ്റു V2 പവർ 1 മൈനസ് ഗാമ. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? K ഡിവൈഡഡ് ബൈ ഇത് V2, ഇത് V1 ആണ്, ഇത് V1 ആണ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ V1 ആക്കാൻ വേണ്ടിയിട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൊത്തത്തിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ 1 മൈനസ് ഗാമ എന്നുള്ളത് ഇവിടെ നമുക്ക് ഗാമ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. ഗാമ മൈനസ് 1 എന്ന് എഴുതി കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇതിനെ നമ്മൾ V റേസ് ടു 1 മൈനസ് ഗാമ എല്ലാം നമ്മൾ ഗാമ മൈനസ് 1 ആയിട്ട് എഴുതാം. അപ്പോൾ 1 ബൈ V1 റേസ് ടു ഗാമ മൈനസ് 1 മൈനസ് 1 ബൈ V2 റേസ് ടു ഗാമ മൈനസ് 1 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ ഗാമ മൈനസ് 1, ഈ കെ നമ്മൾ അകത്തിടുന്നു, കെ ബൈ V1 റേസ് ടു ഗാമ മൈനസ് 1 മൈനസ് കെ ബൈ V2 റേസ് ടു ഗാമ മൈനസ് 1. Now what is the adiabatic equation? P1 V1 raised to gamma equal to P2 V2 raised to gamma എന്ന് നമുക്ക് എഴുതാം. So this is equal to K. അപ്പോൾ ഈ Kക്ക് പകരം നമുക്ക് ആദ്യത്തെ കേസിൽ നമ്മൾ P1 V1 raised to gamma എന്ന് എഴുതുന്നു. രണ്ടാമത്തെ കേസിൽ നമ്മൾ P2 V2 raised to gamma എന്ന് എഴുതുന്നു. കാരണം അഡിയബാറ്റിക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയുണ്ട് അല്ലേ? P1 V1 raised to gamma equal to P2 V2 raised to gamma എന്നുണ്ട്, equal to K. അപ്പോൾ രണ്ടും K ആണ്, രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആദ്യത്തെ K ഇവിടെ V1 വന്നതുകൊണ്ട് ആദ്യത്തെ Kയിൽ നമ്മൾ എന്തെഴുതും? P1 V1 raised to gamma എന്ന് എഴുതും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ ഇക്വേഷന് so this equation becomes 1 by gamma minus 1 into ഇവിടെ ഈ Kക്ക് പകരം എന്തെഴുതും? P1 V1 raised to gamma divided by V1 raised to gamma minus 1 minus ഈ Kക്ക് പകരം നമ്മൾ P2 V2 raised to gamma minus 1 divided by V2 raised to gamma divided by V2 raised to gamma minus 1 എന്ന് എഴുതും. So this is equal to So this is equal to 1 by gamma minus 1 into ഇവിടെ എന്ത് വരും? P1 V1 minus P2 V2 എന്ന് കിട്ടും. P1 V1 minus P2 V2. അപ്പോൾ നമുക്ക് നമ്മളുടെ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ചിട്ട് P1 V1നെ നമുക്ക് എന്തെഴുതാം? P1 V1 is equal to RT1 എന്ന് എഴുതാം. അതേപോലെ P2 V2നെ നമുക്ക് RT2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഡൺ, ഇതാണ് ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 1 ബൈ ഗാമ മൈനസ് 1 P1 V1 മൈനസ് P2 V2. അപ്പോൾ അതേ ഇക്വേഷനിൽ നമ്മൾ ഈ RT1ഉം RT2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ വർക്ക് ഡൺ എന്ത് വരും? 1 ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു RT1 മൈനസ് RT2. So this is equal to R കോമൺ ആയിട്ട് വെളിയിലെടുക്കാം, R ബൈ ഗാമ മൈനസ് 1 T1 മൈനസ് T2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻ വർക്ക് ഡൺ ഫോർ അഡിയബാറ്റിക് പ്രോസസ്സ് കിട്ടിയിരിക്കുന്നു. വർക്ക് ഡൺ ഫോർ അഡിയബാറ്റിക് പ്രോസസ്സ്.